കൊൽക്കത്തയിലെ ആർജിക്കർ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ വെളിവായി വരുന്നുണ്ട്. അതായത് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വലിയൊരു റാക്കറ്റ് സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നു. അതായത് നിയമവിരുദ്ധ മെഡിക്കൽ സിൻഡിക്കേറ്റ് അവിടെ പ്രവർത്തിച്ചിരുന്നു. അവർ എത്തരത്തിൽ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മരുന്നുകൾ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നൽകി ഈ പറയുന്ന അനധികൃതമായിട്ട് കോടിക്കണക്കിന് രൂപകൾ സമ്പാദിക്കുക. അത് മാത്രമല്ല സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു റാക്കറ്റ് സംഘം പ്രവർത്തിച്ചിരുന്നു. ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി, അല്ലെങ്കിൽ അവളുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യലുകൾ ഉണ്ടായി. ഇതിനെ തുടർന്നാണ് വലിയൊരു വൈരാഗ്യം ആ ഒരു ഹോസ്പിറ്റൽ അധികൃതർക്ക് ആ പെൺകുട്ടിയോട് ഉണ്ടായതെന്നാണ് പുതിയ CBI റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് തന്നെയായിരിക്കും മുൻ പ്രിൻസിപ്പലിനും ആ പെൺകുട്ടിയോടുണ്ടായ വൈരാഗ്യത്തിന് കാരണം, കള്ളങ്ങൾ പുറത്തുവിടുന്നതിന് ഹോസ്പിറ്റൽ അധികൃതർ ചെയ്ത കാര്യങ്ങൾക്കും കാരണം. അപ്പം നിശബ്ദരായിട്ടിരിക്കുകയോ സഹകരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ജീവിക്കാം, അതല്ല ശബ്ദമുയർത്തുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചമർത്തും എന്നതിന് ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് ഈ ഹോസ്പിറ്റലിലെ വിഷയം എന്ന് പറയുന്നത്.